ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോയുടെ സൂപ്പർ സ്പ്ലെൻഡർ വണ്ടി. നമുക്ക് ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ, വാട്ടർ സർവീസ് അതിന് വേണ്ടിയിട്ട് വന്നതാണ്. പീരിയോഡിക് സർവീസിനായിട്ട് കയറിയാണ്. നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ കമ്പനി ലൈൻഡർ കിടക്കണേ, പുതിയ ലൈൻഡറാണ്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. ബാക്ക് സ്പോക്കറ്റ് വീലിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറൊക്കെ ആയാലും പുതിയ ടയർ കിടക്കണേ. ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. വീൽ ബെയറിംഗ് ഒക്കെ ഓക്കെയാണ്. ചെയിൻ ചെറിയ ലൂസ് ഉണ്ട്, അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് തരാം. അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗ് നമുക്ക് മാറ്റേണ്ട ടൈമാണ് കേട്ടോ. നിലവിൽ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റിയിടാം. അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റാം. നിലവിൽ പാർട്സായിട്ട് മാറ്റേണ്ടി വരും നമുക്ക് അത്രയായിട്ടാണ്. പിന്നെ നമുക്ക് നിലവിൽ കാർബറേറ്ററിൻ്റെ ഭാഗത്തൊന്നും വേറെ പറയത്ത കംപ്ലയിൻറ്റ് ഇപ്പോൾ നിലവിലില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒട്ടുമിക്ക വണ്ടികൾക്കും നോർമൽ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ട്. നമ്മുടെ വണ്ടിക്ക് വേറെ കംപ്ലയിൻ്റ് ഇല്ല. നമുക്ക് അയക്കേണ്ട ആവശ്യമില്ല. തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. കാരണം ഇപ്പോഴത്തെ പെട്രോൾ E20 പെട്രോളാണ്. അത് ഉപയോഗിക്കുമ്പോൾ കോമൺ ആയിട്ട് ഒട്ടുമിക്ക വണ്ടികളിലും കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ പരമാവധി ഉപയോഗിക്കുക. എന്തായാലും നമ്മുടെ കംപ്ലയിൻറ്റ് വരും, വണ്ടിക്ക് കംപ്ലയിൻറ്റ് വരും. അത് എന്തോരം ഡ്യൂറേഷൻ വരും എന്നുള്ള ദിവസം നോക്കിയാൽ മതി. കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് അയച്ചാൽ മതി, ഇപ്പം ഒന്നും അയക്കണ്ട കേട്ടോ. പിന്നെ നമുക്ക് സീറ്റ് കവർ ഉണ്ടെങ്കിൽ മാറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് നോക്കാം, ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീലിൻ്റെ ഭാഗം കൂടി അയക്കും. ഇപ്പോൾ ബാക്ക് വീൽ അയച്ചാണ്. ഫ്രണ്ട് വീലും കൂടി അയച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് നമ്മൾ ഗ്രീസ് ചെയ്തിടും. അതേപോലെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി നല്ല ടയർ അടക്കണേ. പിന്നെ ഈ സൈഡിൽ പ്ലഗിൻ്റെ കേസ് പ്ലഗ് പറഞ്ഞോ, പ്ലഗും കൂടി നമ്മൾ മാറ്റിയിടണം. ടയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ മാറ്റി പോകേണ്ടതാണ് പ്ലഗ്. നമുക്കതിൻ്റെ ബാറ്ററി ഡേസ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. 2022 ബാറ്ററി ഉണ്ട് വണ്ടിയിൽ ഇരിക്കണ ബാറ്ററി. ആമറോണിൻ്റെ ബാറ്ററിയാണ്. 12 വോൾട്ട് 5 ആമ്പിയർ ബാറ്ററിയാണ്. ഞാനതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 13.25 വരെ കാണിക്കുന്നുണ്ട് നോർമൽ രീതിയിൽ കേട്ടോ. ലോഡ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് 9.15 വരെ വരുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഇല്ല. സെൽഫ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചോളാം കേട്ടോ.